രാധയുടെ ശബ്ദം കേട്ടതുപോലെ തോന്നി. ഛേ, എന്താ കൃഷ്ണ ഇത്? പാതിരാത്രിയിൽ നീ രാധാ രാധാന്ന് ജപിച്ചോണ്ടാണോ കിടക്കുന്നത്? പോയി കിടന്നുറങ്ങ്. ഓ എങ്കിലും എന്തിനായിരിക്കും അവൾ ഈ നേരത്ത് വന്നത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ ഈശ്വര. എവിടെ കൃഷ്ണേട്ടനും അമ്മാവനും? അവരാരും ആ വീട്ടിലില്ല. ഞാൻ കുറെ നേരം വിളിച്ചതാ. പിന്നെ നിങ്ങൾ ഇവിടെ ഒറ്റയ്ക്കാണല്ലോ എന്നോർത്ത് ഞാൻ പെട്ടെന്നിങ്ങ് പോന്നു. വാ, നമുക്കിവിടുന്ന് പെട്ടെന്ന് പോവാം, അല്ലെങ്കിൽ ആപത്താ. എന്തു പറ്റി? ചേച്ചി ആകെ പേടിച്ച മട്ടിലാണല്ലോ. വരുന്ന വഴിക്ക് കുറച്ചുപേരെ കണ്ടു. ലക്ഷണം കണ്ടിട്ട് അവരെ നമ്മളെ തെരഞ്ഞു നടക്കുന്ന ആൾക്കാരാ. കൈ കിട്ടിയ ജീവൻ ആപത്താവും. നമ്മളിനി എന്ത് ചെയ്യും? നമ്മൾ എങ്ങോട്ട് പോകും ചേച്ചി? ഏതു വഴി പോയാലും അയാളുടെ ആൾക്കാരുടെ കണ്ണി പെടുന്ന ഉറപ്പാ. നിങ്ങൾക്ക് രണ്ടാൾക്ക് ഈ രാധേച്ചി വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ നമുക്കിപ്പോ പോവാം. അമ്മയുടെ സ്ഥാനത്ത് നിങ്ങൾക്ക് എന്നും ഈ രാധേച്ചി ഉണ്ടാവും, എപ്പോഴും കൂടെ. ഒരു പോറല് പോലും ഏൽക്കാതെ ഞാൻ നിങ്ങളെ നോക്കും. ഇവിടുന്ന് എത്ര ദൂരം എങ്ങോട്ട് പോയാലും. അപ്പൊ ചേച്ചിക്കും പേടിയാവില്ലേ? ആരുമില്ലല്ലോ നമ്മളെ സഹായിക്കാൻ. ആരും ഇല്ലാത്തവർക്ക് ഈശ്വരൻ തുണയുണ്ടാവുന്നല്ലേ പറയുന്നത്. നന്മയുള്ളവരെ ഒരിക്കലും ദൈവം കൈവിടില്ല. എത്ര പ്രയാസങ്ങളിലൂടെ കടന്നുപോയാലും തൃപ്പങ്ങോട്ടപ്പനും ദേവിയും നമ്മുടെ കൂടെ ഉണ്ടാവും, പരീക്ഷിക്കാനും അത് പരിഹരിക്കാനും. അവിടെയൊക്കെ നോക്ക്, എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. അയാളുടെ ആൾക്കാർ ഇങ്ങോട്ട് വരികയാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പോയാലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റൂ. വാ വാ വാ, അവര് പോയി പിടിക്ക്. വാ. ഈശ്വര, തൃപ്പങ്ങോട്ട് കുടുംബത്തിൽ ഇങ്ങനൊരു ദുരന്തം ഉണ്ടാവുമെന്ന് അറിഞ്ഞില്ലല്ലോ. ഇന്നലെ രാത്രി രാധക്കുട്ടി ഇവിടെ വന്നത് ഈ ദുരന്തം പറയാനായിരിക്കൂ. എങ്കിൽ ഞാൻ ഈ വാതിൽ തുറന്നു കൊടുക്കാത്തത് അന്യായമായിപ്പോയി. പൊറുക്കാൻ പറ്റാത്ത അപരാധം. പക്ഷേ എനിക്കെൻ്റെ ആ തെറ്റ് ആരോടും പറയാൻ കഴിയില്ല. ആ ജീവനാന്തം അതെന്നെ വേട്ടയാടുമെന്ന് ഉറപ്പാ. എൻ്റെ തൃപ്പങ്ങോട്ട് ദേവീദേവന്മാരെ എന്നോട് ക്ഷമിക്കണേ. ചടങ്ങെല്ലാം കഴിഞ്ഞോ? ഇല്ല, നടക്കുന്നതേ ഉള്ളൂ. സുഭദ്രമോളുടെ ആ കിടപ്പ് കണ്ടപ്പോ നെഞ്ച് തകർന്നുപോയി. തളർന്ന് വീഴും മുമ്പ് ഞാനിങ്ങി പോന്നതാ. എന്തായാലും നാട് മുഴുവൻ നടുങ്ങിപ്പോയി. എങ്ങനെയാണിത് സംഭവിച്ചതെന്ന് വല്ല വിവരം അറിഞ്ഞോ? ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ടോ? ആർക്കും അതിനെക്കുറിച്ച് ഒരു അറിവുമില്ല. അർദ്ധരാത്രി നേരത്ത് എന്തിനാ സുഭദ്രമോള് ശ്രീമൂലസ്ഥാനത്ത് പോയതെന്ന് ആർക്കും മനസ്സിലാവാത്തെ. ശ്രീമൂലസ്ഥാനത്താണോ സുഭദ്രേച്ചി മരിച്ചിരുന്നത്? അവിടെ ചോരപ്പാടുകൾ കണ്ടെന്നോ സുഭദ്രയുടെ ശരീരത്തിൽ വെട്ടേറ്റ പാടുകളുണ്ടെന്നോ പറയുന്ന കേട്ടു. എല്ലാ അടക്കം പറച്ചിലുകളാ. ആർക്കും ഒന്നും വ്യക്തമായിട്ട് അറിയില്ല. ആ മേഘനാഥനോട് ചോദിക്കാൻ ആർക്കും ധൈര്യമില്ല. അതാണ് പ്രശ്നം. ആ വക്കീൽ അദ്ദേഹം ചോദിക്കുമല്ലോ, അദ്ദേഹം ഇല്ലായിരുന്നു അവിടെ? അതാണ് വിചിത്രം. ഇന്ന് രാവിലെ മുതൽ അദ്ദേഹത്തെ കാണാനില്ല.
ആ മുകുന്ദനുണ്ണി ഇൻസ്പെക്ടർ പറയുന്നത് സുഭദ്രയുടെ കൊലപാതകം നടത്തിയിട്ട് അയാൾ എങ്ങോട്ടോ കടന്നു കളഞ്ഞെന്നാ. അയ്യോ, ഒരിക്കലുമില്ല. വക്കീൽ അദ്ദേഹത്തിന് സ്വന്തം മോളെ പോലെയായിരുന്നു സുഭദ്ര. അതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ലേ? മേഘനാഥൻ ഇപ്പൊ എന്തു പറയുന്നോ അതാണ് നിയമം. പോലീസും അയാളുടെ കൂടെയാ. പിന്നെ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ. ശരിയാ, ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ 3 പെൺകുട്ടികളുടെയും കുഞ്ഞിന്റെ തലയിലെഴുത്ത് അത്ര തന്നെ. ഇനി ആ കുടുംബത്തിൽ നരകമായിരിക്കും എന്നുള്ളത് ഉറപ്പാ. അതിനവരാ കുടുംബത്തിലില്ലല്ലോ, ഒളിച്ചോടി പോയിരിക്കല്ലേ. ഒളിച്ചോടി പോയെന്നോ? എങ്ങോട്ട്? ആർക്കറിയാം? എല്ലാ മേഘനാഥന്റെ കെട്ടുകഥകളും ചതിപ്രയോഗം ആവുന്നേ. ഭയം കാരണം ആരും ഒന്നും ചോദിക്കുന്നില്ല. അതാണ് അയാളുടെ എളുപ്പവും തോന്നിവാസവും. ആ തോന്നിയ ഞാൻ ഇല്ലാതാക്കും. നാട്ടിലാർക്കും അയാളോട് ചോദിക്കാൻ ധൈര്യമില്ലെങ്കിലേ അയാളുടെ മുഖത്ത് വിരൽ ചൂണ്ടി ഞാൻ തന്നെ ചോദിക്കും, നിങ്ങളാണോ ഇതൊക്കെ ചെയ്തതെന്ന്. കൃഷ്ണ, കൃഷ്ണ അവിടെ നിക്ക്. വിടമ്മ എന്നെ. നിക്ക് അവിടെ. ഞാൻ നിന്നോടല്ലേ പറഞ്ഞേ, നീ എന്തിനുള്ള പുറപ്പാടാ ഇത്? അമ്മ വിട്, എന്നെ വിടാൻ. തൃപ്പങ്ങോട്ടെ മുഴുവൻ ആൾക്കാരുടെയും പേരിൽ ഞാൻ അവനോട് ചോദിക്കട്ടെ എന്താ ഉദ്ദേശമെന്ന്. എന്റെ രാധയും അനിയത്തിമാരെയും എവിടെ ഒളിപ്പിച്ചതെന്നും ചോദിക്കണം. വേണ്ട. കൊല്ലിനും കൊലയ്ക്കും മടിയില്ലാത്ത ദുഷ്ടനാണ് അയാൾ. കൊന്നുകൊന്ന് അറപ്പ് തീർന്ന അയാളോട് ചോദിക്കാൻ പോയ പിന്നെ മിച്ചം വെച്ചേക്കില്ല ആരെയും. നീ അകത്തുപോയി അവനോന് പ്രയോജനമുള്ള കാര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ നോക്ക്. ഈ വിഷയത്തിൽ നമ്മൾ ഇടപെട്ട ഒന്നും നടക്കില്ല. നടക്കും, നടത്തും ഞാൻ. എന്നെ വിട്, എന്നെ വിടാൻ. വിടാനാ പറഞ്ഞു. അധിക പ്രസംഗി. പറഞ്ഞ അനുസരിക്കില്ലേ നീ? വട ഇങ്ങോട്ട്. നിന്നെ പൂട്ടിയിട്ടാലേ നീ പഠിക്കൂ. ഇങ്ങോട്ട് വേണം. എന്നെ വിടാനല്ലേ പറഞ്ഞേ? മാറ്. അയ്യോ, അയ്യോ. എവിടെ എവിടെ എന്റെ രാധയെ നീ കൊണ്ടുപോയത്? എനിക്ക് അവളെ കാണണം. പറഞ്ഞതാ അവളെവിടെയാണെന്ന്. എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ മുന്നിൽ എന്നും വന്ന് കൈകൂപ്പുന്നവരായിരുന്നു ഞങ്ങൾ. നിന്റെ മൗന അനുവാദത്തോടെ നിന്നെ സാക്ഷിയാക്കി മാല ചാർത്തി ജീവിതം നിശ്ചയിച്ചവർ. എന്നിട്ടും എന്തിനു ഞങ്ങൾ രണ്ടായി പിരിച്ചു? എന്തിന്? എനിക്കെന്റെ രാധയെ തിരിച്ചതാ. എവിടെ അവളിപ്പോ? എവിടെ? പറഞ്ഞു തരാൻ. എവിടെ എന്റെ രാധ? ചേച്ചി ദാഹിക്കുന്നു, വെള്ളം വേണം. ഇവിടെ ഇനി എവിടെ കിട്ടാനാ? വാ നമുക്ക് നോക്കാം. അടുത്ത ഏതെങ്കിലും സ്ഥലം കാണും. വാ.
ഇദ്ദേഹം ഇത്രയ്ക്കങ്ങ് വിഷമിക്കരുത്. ജനിച്ചാൽ ഒരിക്കൽ മനുഷ്യൻ മരിക്കും. സുഭദ്ര കുഞ്ഞിന് ഇത്രയ്ക്കുള്ള ആയുസേ ദൈവം കരുതിയിട്ടുള്ളെന്ന് കരുതിയാ മതി. ജനിച്ചാൽ ഒരിക്കൽ മനുഷ്യൻ മരിക്കും, അതെനിക്കറിയാം. പക്ഷേ ഇവിടെ എന്റെ സുഭദ്രയ്ക്ക് നടന്നത് അതല്ല, ക്രൂരമായ കൊലപാതകമാണ്. എന്റെ കുഞ്ഞിനെ അനിയത്തിമാരെ അപഹരിച്ചുകൊണ്ട് പോവാ. എന്തിന്? ഇതിന് തക്ക രീതിയിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അതിനുത്തരം പറയാൻ കഴിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? കഴിയില്ല മേഘനാഥ, കഴിയില്ല. കഴിഞ്ഞ എത്രയോ സമയമായി ഈ ലോകത്തെ സകലമാന ദൈവങ്ങളോടും ഞാനും ചോദിക്കുന്ന ചോദ്യം ഇത് തന്നെയാണ്. ഇതാര് ചെയ്തു? എന്തിനു ചെയ്തു? തൃപ്പങ്ങോട്ട് കുടുംബക്കാരോട് ആർക്കാ ഇത്ര വിരോധം? അതും ഒരു പിഞ്ചു കുഞ്ഞിനെയും കുരുന്നു പെൺകുട്ടികളെയും തട്ടിക്കൊണ്ടു പോവുകയെന്ന് പറഞ്ഞാ. അമ്മ കുറച്ച് സമയം കൂടെ ഒന്ന് ക്ഷമിക്കേ. ഞാൻ ഇവിടുത്തെ പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ മുഴുവൻ ഈ നരഹത്യ നടത്തിയ ഘാതകന്മാരെ അന്വേഷിച്ച് കണ്ടെത്താൻ നിയോഗിച്ചിരിക്കുക. താമസിയാതെ അറിയാൻ പറ്റും ആരാണ് കുറ്റകൃത്യങ്ങളുടെ പിറകിലെന്ന്. അതാരായാലും സാർ അവരെ പിടിച്ച് ഞങ്ങൾക്ക് മുൻപിൽ തന്നെ കൊണ്ടുവരണം. തൃപ്പങ്ങോട്ട് കുടുംബത്തിന്റെ അന്നവും വസ്ത്രവും ഒരുപാട് കിട്ടിയിട്ടുള്ളവരാ ഞങ്ങള്. അതെ, ഞങ്ങൾ കൊടുത്തുള്ള അവർക്കുള്ള ശിക്ഷ പിടിച്ച് നാട്ടുകൂട്ടത്തിന്റെ മുന്നിലിട്ടാൽ മതി. പിച്ചി ചീന്തും അവരെ ഞങ്ങൾ. അതെ, ഇതിന് കോടതിയും വ്യവഹാരം ഒന്നും വേണ്ട, ഞങ്ങൾ ശിക്ഷിച്ചോളാം. എന്നാലേ ഞങ്ങൾക്ക് തൃപ്തി വരൂ. അതെ, അതൊക്കെ എന്താ വേണ്ടതെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. ആദ്യം കുറ്റവാളികളെ കയ്യിൽ കിട്ടട്ടെ. ഇപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഭാര്യയും കുഞ്ഞിനെ അനുജത്തിമാരെയും നഷ്ടപ്പെട്ട് നെഞ്ചു തകർന്നിരിക്കുന്ന ഈ മനുഷ്യനെ ഒറ്റയ്ക്ക് വിടുക. കുറ്റവാളികളെ അന്വേഷിക്കലും കണ്ടുപിടിക്കലും ശിക്ഷ കൊടുക്കലും ഒക്കെ പിന്നീടുമാകാം. ഇപ്പൊ എല്ലാരും പോകാൻ നോക്ക്. പോട്ടെ. അഭിനയം സൂപ്പർ. ഞാൻ പോലും സംശയിച്ചു ഭാര്യയുടെ ദുരന്തത്തിൽ ദുഃഖിച്ച് കോട്ടയ്ക്കൽ മേഘനാഥന്റെ ചങ്ക് പൊട്ടിപ്പോകുമോ എന്ന്. ചങ്ക് പൊട്ടിപ്പോകുന്ന സങ്കടം ഉണ്ടെന്നുള്ളത് സത്യമാണ്. അത് താൻ മരിച്ച് പടമായി പോയ തൃപ്പങ്ങോട്ട് സുഭദ്രയെ അവളുടെ അനിയത്തിമാരെ ഓർത്തിട്ടല്ല, എന്റെ രക്തത്തിലും രക്തമായ ഓമന കുഞ്ഞിനെ ഓർത്തിട്ടാ. അതെ, എന്നാലും ചത്ത് തൊലയും മുൻപ് ഇങ്ങനെ ഒരു കൊലച്ചതി ഇവള് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. ചാകുന്നെങ്കിൽ അവൾക്ക് ഇവിടെ കിടന്ന് ചത്താ പോരായിരുന്നോ? എന്തിനാ കുഞ്ഞിനെയും പിള്ളേരെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയത്? അതിപ്പോ അങ്ങനെ ചോദിച്ചാ ഉത്തരം തരാനൊന്നും ആരും ഇവിടെ ഇല്ല. എന്റെ അഭിപ്രായത്തിൽ ആ അധ്യായം ഇന്നലെ അവസാനിച്ചു. ഇനിയിപ്പോ എന്ത്, അത് വേണം ചിന്തിക്കാം. അതൊക്കെ ഞങ്ങൾ ചിന്തിച്ചു വെച്ചിട്ടുണ്ട്. അതിന് അത്യാവശ്യം വേണ്ടത് ഓടിപ്പോയ കുട്ടികളെ കണ്ടുപിടിക്കുക. സാർ ആദ്യം അത് ചെയ്തുക. അതാ ഞങ്ങൾക്കിപ്പൊ ചെയ്തു തരേണ്ട ഉപകാരം. അതിപ്പോ അന്വേഷിക്കാൻ ഞാൻ ആളയച്ചിരിക്കല്ലേ. ആളയച്ചാ പോരാ. എന്റെ ഈ കേസിൽ സർക്കിൾ ഇൻസ്പെക്ടർ മുകുന്ദൻ ഉണ്ണി നേരിട്ട് തന്നെ പോയാലേ പറ്റൂ. അതിനുള്ള പ്രതിഫലം വേണ്ട രീതിയിൽ വേണ്ട സമയത്ത് തന്നെ ഞാൻ തന്നിരിക്കും. അല്ല, ഈ പ്രതിഫലമൊന്നും ഞാനിതുവരെ. മുകുന്ദൻ ഉണ്ണി സാറേ, മേഘനാഥന് സൗജന്യമൊന്നും വേണ്ട. വേണ്ടത് ഏൽപ്പിക്കുന്ന പണി പൂർത്തിയാക്കി കിട്ടില്ല. നിങ്ങളെ ഞാൻ ഏൽപ്പിക്കുന്ന പണിക്ക് സർക്കാർ തരുന്ന 200-300 ചെമ്പുതുട്ടല്ല സമ്മാനം. 1-2 തലമുറയ്ക്ക് ഇരുന്നുണ്ണാനുള്ള സമ്പത്ത. ചെല്ല്, കാര്യം നടത്തിയിട്ട് വാ. ഞങ്ങളിവിടെ നിങ്ങളെ മാത്രമാണ് പ്രതീക്ഷിക്കുന്നത്. നിരാശരാക്കരുത്. ഇല്ല, മുകുന്ദൻ ഉണ്ണിയുടെ വാക്ക.
ചേച്ചി എനിക്ക് ദാഹിച്ചിട്ട് വയ്യ. കുടിക്കാൻ വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ വീണു പോവും. അയ്യോ പൊന്നുമോളെ, കുറച്ചുകൂടെ ഒന്ന് ക്ഷമിക്കേ. ഇവിടെ അടുത്തെവിടെയെങ്കിലും വീടോ കടയോ എന്തെങ്കിലും കാണും. വാ. നമ്മൾ എങ്ങോട്ടാ ചേച്ചി പോകുന്നേ? അറിയില്ല. നമ്മൾ തൃപ്പങ്കോട്ട് നിന്ന് ദൂരെ പോയാലേ നമ്മുടെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. നമുക്ക് ഈ കുഞ്ഞനെ രക്ഷിക്കാൻ സുരക്ഷിതമായ സ്ഥലം കണ്ടെത്തണം. ദേ അവനിപ്പോ വിശന്ന് കരഞ്ഞു തുടങ്ങും. എത്രയും പെട്ടെന്ന് കുടിക്കാൻ ഒരു അല്പം പാലെങ്കിലും കിട്ടിയേ പറ്റൂ. നിങ്ങൾ വാ. അതെ കുട്ടികളെ, ഒന്ന് നിന്നേ. എങ്ങോട്ടേക്കാ നിങ്ങളീ പോകുന്നേ? കൂടെ അച്ഛനും അമ്മയൊന്നും ഇല്ലേ? ഞങ്ങള് ശ്രീകൃഷ്ണപുരത്തേക്ക്. അവിടെ നാരായണൻകാവിൽ ഉത്സവ. നാരായണൻകാവോ? അങ്ങനെയൊന്നും കേട്ടിട്ടില്ലല്ലോ. അതൊരു സ്ഥല ശ്രീകൃഷ്ണപുരത്തെ. വേഗം നടക്ക്. എന്തോ പ്രശ്നമുണ്ടല്ലോ. ചേച്ചി എന്തിനാ ആ സ്ത്രീയോട് കള്ളം പറഞ്ഞേ? എനിക്കറിഞ്ഞൂടാ. അപ്പൊ അങ്ങനെ പറയാനാ തോന്നിയത്. പരിചയമില്ലാത്ത സ്ത്രീയല്ലേ, നമുക്കധികം സംസാരിക്കണ്ട. ഏതോ വലിയിടത്തെ കുട്ടികളാണെന്ന് തോന്നുന്നു. പറയുന്നത് കേട്ടറിയാൻ കള്ളാണെന്ന്. അങ്ങനെ അങ്ങ് വിടാൻ പാടില്ലല്ലോ. അയ്യോ, കുഞ്ഞുമോൻ വല്ലാതെ കരച്ചിലാണല്ലോ. ഇവിടെയാണെങ്കിൽ ഒരു വീട് പോലും കാണാനുമില്ല. അതെ, കുഞ്ഞു കിടന്ന് കാറി വിളിക്കുന്നത് കേട്ടില്ലേ? അതിന് വിശന്നിട്ടാ. എന്തെങ്കിലും കൊടുത്തു അതിന്? ഒന്നും കൊടുത്തിട്ടില്ല. അയ്യോ, ചെറിയ കുട്ടിയല്ലേ, അത് തളർന്നു വാടിപ്പോവും. നിങ്ങൾ എവിടെന്നെങ്കിലും എന്തെങ്കിലും വാങ്ങി കൊടുക്കാൻ നോക്ക്. അതിന് കാശ് വല്ലതും ഉണ്ടോ കയ്യില്? മനസ്സിലായി. ഉത്സവം കാണാനും ഘോഷയാത്ര കാണാനും ഒക്കെ പോകുന്നു പറഞ്ഞിട്ട് കുഞ്ഞിനെ കൊണ്ട് അവിടെ എത്തുമ്പോ കയ്യില് വെറും ശവമേ കാണൂ. നിങ്ങൾ ഞാൻ പറയുന്നത് കേക്ക്. എന്റെ വീട് ഇവിടെ അടുത്താ. തവിട് വിറ്റ കാശും വട്ടിയും വാങ്ങി ഞാനിപ്പോ അങ്ങോട്ടാ പോവാൻ പോകുന്നേ. എന്റെ കൂടെ വന്ന കുഞ്ഞിന് കൊടുക്കാൻ കുറച്ച് പാല് ഞാൻ കാച്ചി തരാം. എനിക്ക് അത്യാവശ്യമൊന്നും ഉണ്ടായിട്ടല്ല, വേണമെങ്കിൽ വന്നാ മതി. ചേച്ചി നമുക്ക് പോവാൻ ചേച്ചി. അവരൊരു സ്ത്രീയല്ലേ, നമ്മളെ ദ്രോഹിക്കുമെന്ന് തോന്നുന്നില്ല. ചേച്ചി, എവിടെയാ വീട്?